ദേ ഈ കൈ കണ്ടോ ഇനിയൊരു പക്ഷേ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്താന്നല്ലേ. ദേ നിങ്ങൾ ഈ ഒരു ചിത്രം കണ്ടോ, ഞാൻ വരയ്ക്കുന്ന കണ്ണന്. ഇതേ ഇന്ദിരാൻ്റിയുടെ മാത്രം ദൈവമാണോ അല്ലേ? ആരാ ഈ ഇന്ദിരാൻ്റി എന്നല്ലേ? ഇന്ദിരാൻ്റിയുടെ മാത്രം ദൈവമാണിത്. ഈ ദൈവത്തിനെ ഞാൻ വരച്ചാൽ എൻ്റെ കൈ വെട്ടു എന്നാണ് ഇന്ദിരാൻ്റി പറയുന്നത്. അതേപോലെ ഇന്ദിരാൻ്റി എവിടെയെങ്കിലും കണ്ടാൽ ഒരു കാരണം നോക്കിയിട്ട് തല്ലൂ എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ ഇന്ദിരാൻ്റിയെ വല്ലാത്ത കഷ്ടമായിപ്പോൾ. ഇന്ദിരാൻ്റിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇന്ദിരാൻ്റി ഏതാ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്ദിരാൻ്റിനെ കാണിച്ചു തരാവേ. ഇതാട്ടോ നമ്മുടെ ഇന്ദിരാൻ്റി. അല്ല ഇന്ദിരാൻ്റിയെ, നിങ്ങൾക്ക് ഇപ്പോഴും കുണ്ടറാണ്ടി അഭ്യാസം തന്നെ അല്ലേ പണിയുള്ളത്? അവിടെ നിങ്ങൾ പോയിട്ടൊന്നുമില്ലല്ലോ, ഇപ്പോഴും വണ്ടി പെറുക്കൽ തന്നെയല്ലേ പണി? ഈ ആൻറ്റി കുണ്ടറാണ്ടി ആപ്പീസിൽ ജോലിക്ക് പോകുന്ന ആൻറ്റി ആട്ടോ. അപ്പോൾ ഈ ആൻറ്റി പറയുന്നത് എന്താ വെച്ചാൽ, ഇത് ആൻറ്റിയുടെ മാത്രം കണ്ണനാണ്. ഈ കണ്ണനെ വരയ്ക്കാൻ നിൽക്കരുത്, വരച്ചാൽ ആൻറ്റി എൻ്റെ കൈവെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ പൊന്നോ, ഞാനിത് കേട്ടെല്ലാം കൂടി ബേജാറായിട്ടുണ്ടല്ലോ. നമുക്ക് കൈയില്ലേ ഒന്നിനും പറ്റൂലല്ലോ. പിന്നെ ആൻറ്റി എന്നെ കാണുമ്പോൾ തല്ലൂന്ന് പറഞ്ഞിക്ക്. എൻ്റെ ആൻറ്റിയെ നിങ്ങളിങ്ങനെ കാണുമ്പോൾ എൻ്റെ കൈ അകലത്തുനിന്ന് ഒന്ന് മാറി നിന്നാൽ ചിലപ്പോൾ ആൻറ്റിയുടെ അണപ്പല്ലില്ലേ ഇവിടെയുള്ള അത് സേഫായി കിട്ടും. ഈ ആൻറ്റിയുടെ വിചാരം കണ്ടോ, 2 പുള്ളിയൊക്കെ കുത്തിയിട്ട്, കാരണം ആൻറ്റിക്ക് കണ്ണ് പിടുങ്ങരുത് എന്നുള്ളത് കൊണ്ട് ആൻറ്റി മുഖത്ത് 2 കുത്തൊക്കെ കുത്തിയിട്ടാണ് നടക്കുക. ഇത് എൻ്റെ ഒറിജിനലാട്ടോ, പക്ഷെ ആൻറ്റിയുടേത് ആൻറ്റി പിന്നെ കണ്ണ് കൊടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കുത്തിയ കുത്തലാണ്. ആൻറ്റി ഏതിലാണിതൊക്കെ പറയുന്നതെന്നറിയോ? FBയിൽ ഞാനിടുന്ന പോസ്റ്റിൻ്റെ താഴെ വന്നിട്ടാണ് ആൻറ്റി ഇങ്ങനെ ആൻറ്റിയുടെ സംസ്കാരം ചൊരിയുന്നത്. അപ്പം ആൻറ്റിയുടെ അച്ഛന് സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുക, നിൻ്റെ അച്ഛൻ്റെ കാര്യമാണോ ഈ നോക്കുന്നതെന്ന്. നമ്മൾ നല്ലൊരു കാര്യമല്ലേ ചോദിച്ച്. ഞാൻ ചോദിച്ച് ആൻറ്റിയുടെ അച്ഛന് സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിച്ചത് ആൻറ്റിക്കായിട്ട് പിടിച്ചില്ല. ഏതായാലും ആൻറ്റിയുടെ കുത്ത് അടിപൊളിയല്ലേ. അപ്പം ഏതായാലും ഗൈസ്, എന്നെക്കൊണ്ട് ഇനി വരപ്പിക്കൂല എന്നൊക്കെയാണ് ഈ ആൻറ്റി പറയുന്നത്. അപ്പം പിന്നെ ആൻറ്റി കാണത്തന്നെ നമ്മളൊന്ന് വരച്ചേക്കുക. ആൻറ്റി കണ്ടോളി ആൻറ്റിയെ, ഞാൻ വരയ്ക്കുന്നുണ്ട്, നിങ്ങളിനി വന്നിട്ട് എൻ്റെ കൈ വെട്ടുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ആൻറ്റിയെ. പിന്നെ എന്താ വാവിനല്ലേ നിങ്ങൾക്കൊക്കെ ബലിയിടൽ, ആ ഡേറ്റും കൂടി ഒന്ന് നോക്കി വെച്ചിട്ട് കൈ വെട്ടാൻ വരണേ. ആയുസ് ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നും മോളെ, 2 കാലുമ്മ പോകൂലടേ. ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ ഭീഷണിയാണ്. അല്ല എൻ്റെ തള്ളച്ചിയെ, ഈ വയസ്സാം കാലത്ത് എവിടെയെങ്കിലും രാമായണവും ഭാഗവതവും വായിച്ചിങ്ങാൻ നിൽക്കേണ്ട ഈ സമയത്ത് എൻ്റെ കൈയും കാലും വെട്ടാൻ വരുന്ന നേരം കൊണ്ട് വല്ല രാമായണോ അല്ലെ ഭാരതോ എന്തെങ്കിലും ഒക്കെ വായിച്ചിട്ട് സ്വർഗത്തിലേക്കുള്ള വഴി നോക്കുകയല്ലേ വേണ്ടി. അല്ലെ നിങ്ങൾ അണ്ടി ആപ്പീസിൽ പോയിട്ട് അണ്ടി പെറുക്കിക്കോളി. കുണ്ടർ അണ്ടി ആപ്പീസിൽ ജോലിയുള്ള ചേച്ചിയാണിത്. ആ ജോലിക്ക് ചേച്ചി പോകുന്നില്ല. 10 ഉറുപ്പ്യ വരുമാനം വേണ്ടേ ആൻറ്റി നിങ്ങൾക്ക്? നിങ്ങൾ എന്താണ് പറയുന്നത്? റേഷൻ അരി വാങ്ങിയിട്ട് നിങ്ങൾക്ക് ജീവിക്കണ്ടേ? ആയിക്കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് പോകണം കേട്ടോ. നിങ്ങളിതാ എൻ്റെ 2 കൈയും കണ്ടോ, ഞാനിതാ വരയ്ക്കുന്ന കണ്ടോ. നിങ്ങളിനിപ്പോൾ കൈ വെട്ടാൻ വന്ന് എനിക്ക് വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ? എന്നാലും എൻ്റെ ഇന്ദിരാൻ്റിയെ വല്ലാത്ത കഷ്ടമായിപ്പോയിട്ടോ ഇന്ദിരാൻ്റിയെ. ഇന്ദിരാൻ്റീൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ദിരാൻ്റി നമ്മുടെ റേഷൻ കാർഡ് കാണിച്ചു കൊടുത്താൽ മാത്രമേ FBയിൽ നമ്മളെ ഫ്രണ്ടാക്കുള്ളൂ കേട്ടോ. അതും ഞാൻ പറഞ്ഞു തരാം. ഏതായാലും ഞാൻ വേണ്ടി ഇതാ എൻ്റെ കൈ വെട്ടു എന്ന് പറഞ്ഞ ഇന്ദിരാൻ്റി. ആൻറ്റിയുടെ പേര് പോലും കിട്ടുന്നില്ല ആൻറ്റിയെ. ഏതായാലും ഞാൻ വരച്ച് കാണിക്കാം കേട്ടോ. നിങ്ങളിനിയിപ്പോൾ വരച്ചത് കണ്ടില്ല എന്ന് പറയണ്ട. പിന്നുണ്ടല്ലോ, എന്നോട് എൻ്റെ മക്കേ മതിയനെ വരച്ചിട്ട് ജീവിക്കാൻ, ഇത് മൂപ്പത്തിയുടെ കണ്ണനാണോ അല്ലേ? ഞാനതാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എവിടെ ഒരു കണ്ണൻ്റെ ഫോട്ടോ കാണുകയാണെങ്കിലും ആ സ്പോട്ടിൽ അതിൻ്റെ താഴെ ഓം നമോ നാരായണ എന്നൊക്കെ എഴുതി വെക്കല്ലേ, അതേപോലെ
കണ്ണൻ്റെ അല്ല ഇന്ദിരാൻ്റിയുടെ കണ്ണൻ എന്നെല്ലാ ഫോട്ടോയുടെ താഴെ എഴുതി വെക്കാറുണ്ട്. ഇനി ഞാനും എഴുതി വെക്കാം കേട്ടോ, ഇന്ദിരാൻ്റിയുടെ സ്വന്തം കണ്ണൻ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആൻറ്റി എന്നോട് മക്കയുടെ മദീനയുടെ ഒക്കെ ഫോട്ടോ വരച്ചിട്ട് ഇതാക്കിയാൽ മതി, ഓല ദൈവത്തിന് വരയ്ക്കണ്ടോലെ. എൻ്റെ ആൻറ്റിയെ ഭാഗവതത്ത് പറഞ്ഞിട്ടുണ്ടോ ഇന്ദിര മോളുടെ മാത്രമാണ് കണ്ണനെന്ന്? പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈന് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണേ. അപ്പോൾ ഇന്ദിരാൻ്റിയതാ നിങ്ങൾ കണ്ടോളി. നിങ്ങളിനി കൈ വെട്ടാൻ വരുമ്പോൾ ഞാനിങ്ങനെ നീട്ടിത്തരും കേട്ടോ, നീട്ടിത്തരും. മറ്റിങ്ങൾ ഞാൻ വേക്കോട്ട് വെച്ചാൽ നിങ്ങൾ വെട്ടാൻ സ്വീപ്പാവൂലേ, അതുകൊണ്ടാട്ടോ, അല്ലാണ്ട് വേറൊന്നും അല്ലേ. എൻ്റെ ഇന്ദിരാൻ്റി ഞങ്ങളെ കുത്ത് കാണാൻ വല്ലാത്ത ഭംഗിയാട്ടോ, എന്തൊരു ഐശ്വര്യമുള്ള മുഖമല്ലേ. ഒക്കെ പോട്ടെ, ആൻറ്റിയുടെ അച്ഛനും അമ്മക്കും സുഖം തന്നെയാണോ ആൻറ്റിയെ? ഓലൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പം ജീവനോടക്കല്ലേ അച്ഛനും അമ്മയൊക്കെ? ഞാൻ കുശലം അന്വേഷിച്ചിരുന്നേ ഉള്ളൂ കേട്ടോ, നിങ്ങളിനി വേറെ വിചാരിക്കല്ലേ. ഏതായാലും നമ്മളെ കൈ വെട്ടാൻ നിൽക്കല്ലേ, നിങ്ങൾ വരുമ്പോൾ ഒന്ന് പറയണേ. അഡ്രസ്സ് അറിയാവോ നിങ്ങൾക്ക്? അഡ്രസ്സ് അറിയാമെന്ന് വിചാരിക്കുന്നില്ല. ചാലിൻ്റെ നമ്പറിലേക്കൊന്ന് വിളിച്ചാൽ മതി കേട്ടോ, ഞാൻ ലൊക്കേഷൻ അയച്ചു തരുന്നുണ്ട്. ഇവിടെ എവിടെയും വന്ന്